നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മളൊരു പ്ലെയറിന്റെ പേര് പുറകെ പറയുന്നുണ്ട്, ആ പ്ലെയറിന്റെ പുറകെ പോകും. ഇപ്പോൾ ഉദാഹരണത്തിൽ എൻസോ ഫെർണാണ്ടസ്, മോയിസസ് കൈസഡോ, മിക്കാലോ മുഡ്രിക്, ഇതൊക്കെ നമ്മൾ പ്ലെയർ ടാർഗറ്റഡ് ട്രാൻസ്ഫർ മാർക്കറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അത് മാറിയിട്ട് ഈ സീസൺ പ്രത്യേകിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഒരു വാക്കാണ് പ്രൊഫൈൽസ്. നമുക്ക് പറ്റിയ പ്രൊഫൈൽ അല്ലാണ്ട് നമുക്ക് പറ്റിയ പ്ലെയേഴ്സ് അല്ല. അപ്പൊ മാർക്കറ്റ് പതുക്കെ അല്ല, ഒരു കണക്കിന് പ്ലെയറിൽ നിന്ന് പ്രൊഫൈലിലേക്ക് മാറുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിൽ ആർസണൽ ടാർഗറ്റ് ചെയ്യുന്ന ഫോർവേഡ്, അത് ഒരു പ്ലെയറിന് പകരം ആ പ്രൊഫൈലിന് പറ്റിയ പ്ലെയർ ആരൊക്കെയാണ്, ലിവർപൂളിന് പറ്റിയ പ്രൊഫൈൽ ആരൊക്കെയാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് കുറേയും കൂടെ മെച്ചുവർ ആയിട്ട് പ്രൊഫൈൽ റിലേറ്റഡ് സൈനിങ്. എന്തിനു പറയണു, മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കണോ, ചെർക്കിനെ സൈൻ ചെയ്തു, ഐറ്റ്നൂറിനെ സൈൻ ചെയ്തു, റൈൻഡിയേഴ്സിനെ സൈൻ ചെയ്തു. മൂന്ന് പേരും 3 ഡിഫറെന്റ് പ്രൊഫൈലുകൾ. അവർക്ക് ഇഷ്ടംമാതിരി വേറെ പ്ലെയേഴ്സ് മാർക്കറ്റ് ഉണ്ട്, പക്ഷെ ആ പ്രൊഫൈലിൽ ഫിറ്റ് ചെയ്ത പ്ലെയേഴ്സിനെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരുപാട് കാശൊന്നും ചെലവഴിക്കുന്നില്ല. സോ ക്ലബ്സ് ആർ ബിക്കമിങ് സ്മാർട്ട്, അല്ലെങ്കിൽ ബിക്കം സ്മാർട്ട്. ആൻഡ് നമ്മുടെ ടാർഗറ്റും അതുപോലെ തന്നെയാണ്. പ്രൊഫൈലുകളാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ രസകരമായ 3 പ്രൊഫൈൽ എനിക്ക് തോന്നുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിങ്ങർ. ജേമി ഗിറ്റൻസും മാലിക് ഫൊഫാനയാണ് ആ ലിസ്റ്റിൽ ഉള്ളത്. 1-on-1 ഡ്രിബിളർ. അത് നമ്മുടെ പ്രൊഫൈലിന് നമുക്ക് സ്പെസിഫിക് ഉണ്ട്. ഒരു വിങ്ങർ അല്ല നമുക്ക് വേണ്ടത്, ഒരു 1-on-1 ഡ്രിബിളർ, ചാൻസ് ക്രിയേറ്റർ, ഒരു കെയോസ് മേക്കർ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റയ്ക്ക് അവിടെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് കാര്യം അങ്ങോട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുക പെനൽറ്റി ബോക്സിലേക്ക്. അതിൽ ഗിറ്റൻസ് വളരെ വ്യക്തമായിട്ട് ഡോട്ട്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഐ വോണ്ട് ചെൽസി എന്നുള്ളത്. നമ്മൾ കാണിച്ച പ്രൊജക്റ്റിൽ പുള്ളിക്കാരൻ അങ്ങോട്ട് വീണിരിക്കുകയാണ്. അപ്പൊ ഇനി പുള്ളിക്കാരന് ചെൽസി മതി എന്നുള്ളതാണ്. ആൻഡ് ഐ എം ഹാപ്പി. നമ്മുടെ ടാർഗറ്റിംഗ് ഈസ് വെരി ക്ലിയർ. രണ്ടാമത്തെ ടാർഗറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് എഗെയിൻ ഒരു റൈറ്റ് ഫുട്ടഡ് ആവണം, ഒരു ഹൈബ്രിഡ് പ്രൊഫൈൽ, അതായത് ഒരു ഹാഫ് സ്പേസ്, ഒരു കോഡി കാപ്കോ, അല്ലെങ്കിൽ ഒരു പെഡ്രോ നെറ്റോന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ജുവാവോ പെഡ്രോ, മത്തിയസ് കുനിയ, ബുവേമോ, അല്ലെങ്കിൽ എന്ത് പറയണോ നമ്മുടെ ജുവാവോ ഫെലിക്സ് പോലത്തെ ഉള്ള പ്ലെയേഴ്സ്. അതായത് പുള്ളിക്കാരന് ഹാഫ് സ്പേസിൽ കളിക്കാം, അത്യാവശ്യം വിങ്ങിൽ കളിക്കണമെങ്കിൽ വിങ്ങിൽ കളിക്കാം, നമ്പർ 9 ആയിട്ട് കളിക്കണമെങ്കിൽ നമ്പർ 9 ആയിട്ട് കളിക്കാം. പക്ഷെ നമുക്ക് ഓൾറെഡി 2 നമ്പർ 9 ഉണ്ട്, ഒരു ജാക്സണും ഉണ്ട്, ഡെലാപ്പോ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തും നല്ലൊരു നമ്പർ 9 അവിടെ ആവശ്യമില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു വിങ്ങറിനെ നമ്മൾ സൈൻ ചെയ്ത് പിന്നെ ഒരു ഹാഫ് സ്പേസ് സ്പെഷ്യലിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും ആ വിങ്ങറും കൊണ്ട് ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ പുള്ളിക്കാരനെ ഇടയ്ക്ക് കളിപ്പിക്കാം, അല്ലെങ്കിൽ പുള്ളിക്കാരനെയും ആ വിങ്ങറിനെ ഒരുമിച്ചിട്ട് കളിപ്പിക്കാം. അപ്പൊ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് മെറസ്കയെ സംബന്ധിച്ച് ഒരു ലോ ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഒരു പക്ഷേ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എക്കിറ്റിക്കയുടെ പേര് കേട്ടത്. എക്കിറ്റിക്ക് ഇപ്പോൾ ലിവർപൂളോ മാഞ്ചസ്റ്റർ യുണൈറ്റഡോ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഐ ആം ഹാപ്പി ഫോർ ഇറ്റ്. കാരണം വേറെ ഒന്നുമില്ല, അത്രയ്ക്ക് എക്കിറ്റിക്കനെ ചെലവഴിച്ച് കാശ് മേടിക്കണം എന്ന് അഭിപ്രായമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോ ഒരു വേഴ്സറ്റൈൽ ഫോർവേഡ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യുന്നുള്ളത്. കാരണം ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കുന്നത്, ഈ എൻസോ ഫെർണാണ്ടസിനെ നമുക്ക് വിട്ട് വേറെ കളിപ്പിക്കാൻ പറ്റില്ല. കാരണം എൻസോ ഫെർണാണ്ടസ് ഇപ്പൊ ഗോൾ ഔട്ട്പുട്ട് ഒക്കെ വെച്ച് നോക്കുന്ന നേരത്ത് ചെക്കൻ വേറെ ലെവലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റ് റൺ ഇൻ ടു ദ പെനൽറ്റി ബോക്സ്, നല്ല കൂൾ ആൻഡ് കാം ഫിനിഷ്, നല്ല ഷോട്ട് ഓൺ ടാർഗറ്റ്. മച്ചാന്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റീസ് വളരെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയറിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. ആൻഡ് പോരാത്തതിന് എൻസോ ഫെർണാണ്ടസ് മിക്കവാറും എല്ലാ ഗെയിമുകളും സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഹി വിൽ ഗെറ്റ് കൺസിഡറബിൾ ഗെയിം ടൈം. അപ്പൊ എൻസോ ഫെർണാണ്ടസ് കളിക്കുമ്പോഴത്തേക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ആരെ നമ്മൾ എന്തിനു സൈൻ ചെയ്യണം? അപ്പൊ എനിക്ക് തോന്നുന്നു, നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈൽ എൻസോ ഫെർണാണ്ടസ് തരാത്ത ഒരു ടൈപ്പ് ഓഫ് പ്രൊഫൈൽ, ഒരു ബോൾ ക്യാരിയിങ്, അറ്റാക്കിംഗ്, റൈറ്റ് ഫുട്ടഡ്, ലെഫ്റ്റ് ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റ്. അപ്പൊ ഒന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ, ഉദാഹരണത്തിന് കുഡൂസിനെ പോലൊരു പ്രൊഫൈൽ, അങ്ങനെ ഒരു പ്രൊഫൈൽ. പക്ഷെ കുഡൂസ് ലെഫ്റ്റ് ഫുട്ടഡ് ആണ്. എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ കളിപ്പിക്കാനും വേണ്ടി കൂടെ ആയിരിക്കാം. പക്ഷെ എൻസോ ഫെർണാണ്ടസ് എന്താണോ ഓഫർ ചെയ്യാത്ത, ഒരു ഫ്ലോറിയൻ വിർട്സ്, ജമാൽ മ്യൂസിയല, അങ്ങനെ നമ്മൾ ഈ കേൾക്കുന്ന പേരുകളിൽ ഒരു പ്രോപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, വേഴ്സറ്റൈൽ ഫോർവേഡ് അല്ല, ഒരു ഫോൾസ് 9 / ഹൈബ്രിഡ് വിങ്ങർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല, കുറെ കൂടെ ഡീപ്പിൽ നിന്ന് അറ്റാക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ. ആൻഡ് നമുക്ക് ഓൾറെഡി ആ പ്രൊഫൈൽ ഉണ്ട്. നമ്മൾ പുള്ളിക്കാരനെ ഏകദേശം തഴഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ചുക്കോമെക്ക ഇസ് എ പെർഫെക്റ്റ് പ്രൊഫൈൽ. പക്ഷെ അതേ പ്രൊഫൈൽ തന്നെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളൊരു ലെഫ്റ്റ് വിങ്ങറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മനസ്സ് പറയുന്നു മേ ബി ഒരു ഹൈബ്രിഡ് സ്ട്രൈക്കർ / വിങ്ങർ, അഥവാ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അതായിരിക്കണം. അല്ലാണ്ട് ഒരു ലെഫ്റ്റ് വിങ്ങർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു ഹൈബ്രിഡ് വിങ്ങർ എനിക്ക് സൈൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓവർലോഡഡ് ആയി പോകും. നമുക്ക് വേണ്ടത് എൻസോ ഫെർണാണ്ടസ് ഓഫർ ചെയ്യാത്തത് എന്തെങ്കിലും രീതിയിൽ ഓഫർ ചെയ്യുന്ന ഒരു പ്ലെയറിനെയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ഒരു ഹൈബ്രിഡ് വിങ്ങറിനെ ആയിരിക്കണം
നമ്മൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുക. ഇനി അത് വന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. സോ ദാറ്റ് ഈസ് എ പ്രൊഫൈൽ ഐ തിങ്ക് വി ആർ ടാർഗറ്റിംഗ്. പിന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു കുക്കുറയുടെ ബാക്കപ്പ്. എനിക്കത് വളരെ ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി ആയി തോന്നുന്നില്ല. നമ്മൾ ഹാറ്റോനെ നോക്കുന്നുണ്ട്, അയാക്സിലെ ജെറൽ ഹാറ്റോ, അത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വലിയ പ്രയോറിറ്റി ആയിട്ട് തോന്നുന്നില്ല. കാരണം കുക്കുറയെ കളിക്കുന്നത് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഇന്നലെ കളിച്ച കളി, നമ്മുടെ വേൾഡ് കപ്പിൽ കളിച്ച കളിയിൽ ഫസ്റ്റ് ഹാഫിൽ പുള്ളിക്കാരൻ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആയിട്ട് കളിച്ചു, സെക്കൻഡ് ഹാഫിൽ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിച്ചു. സെക്കൻഡ് ഹാഫിൽ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കാനായിട്ടുള്ള ഒരു കാരണം എൻസോ ഫെർണാണ്ടസ് ഉള്ളപ്പോഴാണ്. നേരെ മറിച്ച് ഫസ്റ്റ് ഹാഫിൽ ലാവിയ കൈസഡോ കോമ്പിനേഷൻ വന്നുകൊണ്ട് പുള്ളിക്കാരൻ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആയിട്ട് കളിപ്പിച്ചു. അപ്പോ കുക്കുറേന്റെ ബാക്കപ്പ് ഇല്ലെങ്കിലും നമുക്ക് അവിടെ വേറൊരു പ്ലെയറിനെ ഇട്ടിട്ട് നമുക്ക് ടീമിനിട്ട് കളിപ്പിക്കാൻ പറ്റും. അതൊരു കുക്കുറയ്ക്ക് റെസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെമ്പററി സൊല്യൂഷൻ അവിടെ എന്തെന്നാലും ഉണ്ട്. കുക്കുറയുടെ ഔട്ട്പുട്ട് വന്നില്ലെങ്കിലും വി ഹാവ് എ ടെമ്പററി സൊല്യൂഷൻ. അപ്പൊ അതിനെക്കുറിച്ച് വല്ലാണ്ട് എനിക്ക് പറയില്ല. ഒരു ബാക്കപ്പ് വന്നാൽ നല്ലതാണെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സെന്റർ ബാക്കുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു. ചാലബ വി ആർ ഹാപ്പി വിത്ത്. ടോസൻ വളരെ നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഹി ഗിവ്സ് എ ലീഡർഷിപ്പ് ടു ദ ടീം. പിന്നെ ഫൊഫാന അവൈലബിൾ ആണെങ്കിൽ കൊള്ളാം. പക്ഷെ ഫൊഫാന ആയിക്കഴിഞ്ഞാൽ ഹി ബിക്കംസ് എ ഫസ്റ്റ് ചോയ്സ്. പിന്നെ മാമഡു സാറിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന്റെ പെർഫോമൻസ് വിലയിരുത്താൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഇത്രയും സെന്റർ ബാക്ക് ഉള്ളപ്പോൾ ബെനുവ ബാദിയഷിലുണ്ട്. മേ ബി ഹിസ് ഫ്യൂച്ചർ സ്റ്റിൽ അൺഡിസൈഡഡ്. പക്ഷെ ഇത്രയും പ്രൊഫൈൽ ഉള്ളപ്പോൾ നമ്മൾ വീണ്ടും ഒരു പ്രൊഫൈലിന്റെ പുറകിൽ പോകുന്നത് ഞാൻ കാണുന്നില്ല. പോവാൻ പാടില്ല എന്നല്ല, കാണുന്നില്ല. പക്ഷെ ദിസ് ഇസ് ചെൽസി. കഴിഞ്ഞ സീസണിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തു, ഇനി നമ്മൾ ആരെയും സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം 5 പ്ലെയറിനെ സൈൻ ചെയ്തു. അപ്പോൾ അതും നടക്കാം. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് ഐ ബി റിയലി സർപ്രൈസ്. പിന്നെ മൈക്ക് മാഗ്നൻ, അത് ഒരു ഓപ്പർച്യൂണിസ്റ്റിക് സൈനിങ് ആണ്. അപ്പൊ കൺക്ലൂഷൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് ലെഫ്റ്റ് വിങ്ങർ, റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിങ്ങർ. ആൻഡ് നമ്മുടെ ടാർഗറ്റ് ഇസ് വെരി ക്ലിയർ, ജെമി ഗിറ്റൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഓപ്ഷൻ ഇസ് ബിറ്റ്വീൻ ഹൈബ്രിഡ് വിങ്ങർ / അറ്റാക്കർ അഥവാ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ഈ 2 പ്രൊഫൈലിൽ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ആയിരിക്കും നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സൈൻ ചെയ്താൽ പിന്നെ ഒരു ഹൈബ്രിഡ് വിങ്ങർ / ഫോർവേഡിനെ നമ്മൾ സൈൻ ചെയ്തില്ല. ഒരു ഹൈബ്രിഡ് വിങ്ങർ / ഫോർവേഡിനെ സൈൻ ചെയ്താൽ പിന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യില്ല എന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി ഒത്തു വന്നു കഴിഞ്ഞാൽ ജെറൽ ഹാറ്റോ ഒരു കുക്കുറയുടെ ബാക്കപ്പ് അണ്ടർ സ്റ്റഡി ആയിട്ട് വെരി റയർ, പോസിബിളി വെരി വെരി ചാൻസ്ലെസ് ഫോർ എ CB. പിന്നെ മൈക്ക് മാഗ്നൻ വീണ്ടും മിലാൻ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ മൈക്ക് മാഗ്നൻ. അതാണ് എനിക്ക് ഇപ്പോഴത്തെ മനസ്സിലെ ടാർഗറ്റ്. കാരണം മിഡ്ഫീൽഡ് വി ആർ സ്റ്റാക്ക്, റൈറ്റ് ബാക്ക് വി ആർ സ്റ്റാക്ക്, ലെഫ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് വി ആർ സ്റ്റാക്ക്. കോൾ പാൽമറിന് ഡെപ്ത് ഇല്ല എന്ന് പറയുന്നു. പക്ഷെ എന്നാലും കോൾ പാൽമറിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ കളിപ്പിക്കാൻ വേറെ പ്ലേയേഴ്സും ഉണ്ട്. പക്ഷെ കോൾ പാൽമർ വരുന്ന ഔട്ട്പുട്ട് തരില്ല. പക്ഷെ കോൾ പാൽമറിന്റെ ഔട്ട്പുട്ട് വരുന്ന വേറെ പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്യാനും പോകുന്നില്ല. കാരണം അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയറിന്റെ ഗെയിം ടൈം മറ്റേത് മറിച്ചൊക്കെയായിരിക്കും. സോ കോൾ പാൽമർ വിൽ ബിക്കം നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലെയർ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഫാക്ടർ ചെയ്തുകൊണ്ടുള്ള ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പേരുകളായിരിക്കും കൂടുതൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നതും. ദാറ്റ്സ് മൈ തോട്ട്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. Thank you so much for watching. Signing off, SK Chelseakaran.